ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഒരു അടിപൊളി അടാറ് ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ഫിഷ് ഫ്രൈ നമുക്ക് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കട്ട്ല എന്ന് പറഞ്ഞ മീനാണ്. നമുക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കട്ട്ല എന്ന് പറഞ്ഞ മീനാണ്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് വരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല കൂട്ടാനായിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 3 ടീസ്പൂണോളം മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ 3 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. സാധാ മുളക് പൊടിയാണെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ. പിന്നെ ഇതാ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതേ അളവിൽ തന്നെ വലിയ ജീരകം പൊടിച്ചതാണ്, അതും 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ്, അതും ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ നീരൊന്ന് എടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് ഇതിലെ മെയിൻ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഗീ ആണ്, അത് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതേ അളവിൽ തന്നെ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ നെയ്യിൻ്റെയും വെളിച്ചെണ്ണയുടെയും ഒരു ടേസ്റ്റ്, പ്രത്യേക ടേസ്റ്റ്, അത് വേറെ തന്നെ നമുക്ക് എടുത്ത് കാണിക്കും കേട്ടോ. നമ്മൾ ആ മീൻ ഫ്രൈ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ മാറ്റി നിർത്തും, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കഴുകി എടുത്ത് വെച്ചിട്ടുള്ള മീനിലോട്ട് ഈ മസാല നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നെയ്യ് എടുത്തിട്ടുള്ളത് മിൽമയുടേതാണ് കേട്ടോ. മിൽമയുടെ നെയ്യ് 1 സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു നെയ്യിൻ്റെയും വെളിച്ചെണ്ണേൻ്റെയൊക്കെ സ്മെല്ല്, ആ ഒരു ടേസ്റ്റ് വേറെ തന്നെ, എല്ലാവർക്കും അറിയാലോ. രണ്ടും കൂടി വരുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ആ മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മസാല ഒക്കെ. ഇനി ഇത് ഒരു 1 മണിക്കൂറോളം നമുക്ക് എന്തായാലും ഒന്ന് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ ഏകദേശം 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് മീൻ വറുത്തെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ മീൻ വറുക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ വറുക്കാനായിട്ട് ശ്രദ്ധിക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ നമുക്ക് ഈ മീൻ പാനിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഈ മീൻ കഷ്ണം ചെറിയ പീസാക്കിയതിൻ്റെ ശേഷമാണ് ഫ്രൈ ചെയ്തതെന്ന് വെച്ചാൽ വലിയ കുഴപ്പമുണ്ടാവില്ല. ഇത് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് പണിയുണ്ട്, നമ്മൾ ഒന്നായിട്ട് ഫ്രൈ ചെയ്യുന്ന കാരണം. അപ്പോൾ ഞാനിവിടെ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ്. നമുക്കിത് ഇടയ്ക്കൊന്ന് ഒരു ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മീനിൻ്റെ ഒരു വശം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ മീൻ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കിങ്ങനെ ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും, അടി പിടിക്കുന്നത് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ നല്ല ആ നെയ്യിൻ്റെയും വെളിച്ചെണ്ണയുടെ ഒക്കെ ആയിട്ടുള്ള ആ സ്മെല്ല്, നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഈ ഒരു രീതിയിൽ നെയ്യും വെളിച്ചെണ്ണയും കൂടി യൂസ് ചെയ്തിട്ട് എന്തായാലും ഒന്ന് മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ഫിഷ് ഒന്ന് പൊരിച്ചെടുത്ത് നോക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ മീൻ വറുത്തവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ എത്ര പെട്ടെന്ന് അത് ഉണ്ടാക്കിയെടുത്തത്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റാണ് കഴിക്കാനും.
അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ വരുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. പിന്നെ ഞാനിതവിടെ കുറച്ച് ടൊമാറ്റോ അതുപോലെ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. ഇതിനൊന്നും ആവശ്യമില്ല കേട്ടോ, ഞാൻ വെറുതെ ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത ചെറുനാരങ്ങയാണ്, അതും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കഴിക്കുമ്പോൾ ചെറുനാരങ്ങയൊക്കെ അതിൻ്റെ മുകളിൽ പിഴിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചെറുനാരങ്ങൻ്റെയൊക്കെ ആ ടേസ്റ്റ് ഇതിൽ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അടിപൊളി അടാറ് ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളിയാണ്, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സും ഫാമിലീസൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.